മറ്റാരുണ്ട് LDF അല്ലാതെ? നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഇത്ര ഈസി ആയിട്ട് ജോലി ചെയ്യുന്നതെന്ന്. കാരണമുണ്ട്. ഇന്ന് എൻ്റെ MD എൻ്റെ ഫ്ലാറ്റിൽ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഞാനൊരു IT പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് IT മേഖലയിൽ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ഐ തിങ്ക് ഐ ഹാവ് 7 or 8 ഫ്രണ്ട്സ്. അതായത് ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ എല്ലാവരും കൂടി വട്ടം ചേർന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഊണ സമയത്ത് ഞങ്ങൾ പൊതി തുറന്നു വെക്കുമ്പോൾ ചോറ് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് മുട്ട പൊരിച്ചത് കാണത്തില്ല, ചമ്മന്തി അരച്ചത് കാണത്തില്ല, മാങ്ങാച്ചാറ് കാണത്തില്ല, അങ്ങനെയുള്ള മെയിൻ കറികളൊന്നും കാണത്തില്ല. മോഷ്ടിക്കും. അപ്പം ഞങ്ങളൊരു പ്ലാൻ ചെയ്തു, ഇതാരാണ് മോഷ്ടിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. ആളിനെ കിട്ടി. വേറെ ആരുമല്ല, ഞങ്ങളുടെ MD. കൊതിയനാ അയാള്. എനിക്ക് എൻ്റെ ഫുഡ് പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ മേഴ്സി അങ്ങനല്ല, എൻ്റെ കുലീഗ്സ് അങ്ങനെയാന്ന് പറയുന്നത്. അവക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഫുഡ് കൊടുത്തിട്ട് അവക്ക് പ്രമോഷൻ അവക്ക് എടുക്കണം. സമ്മതിക്കില്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ടർ സാറിനെ ക്യാൻവാസ് ചെയ്ത് എൻ്റെ ഫ്ലാറ്റിലോട്ട് വരുത്തി ഫുഡ് കൊടുത്ത് പ്രമോഷൻ മേടിക്കാനുള്ള. ഇൻ കേസ് പ്രമോഷൻ സാർ തരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് പറയും, നാണമില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് തിന്നിട്ട്. നാണമില്ലല്ലോ സാറേ പ്രമോഷന്റെ കാര്യം പറയാൻ, തരാതിരിക്കാൻ. അങ്ങനെ ഐഡിയപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ വരും. പിന്നെ അടുക്കള പണി മൊത്തം വിനീത ചെയ്തോളും. വേലക്കാരിയല്ല, എൻ്റെ ഹസ്ബൻഡ്. വിനീതൻ എന്നാണ് പേര്. ഞാൻ വിനീത വിളിക്കും. ബാക്കിയുള്ള വിട്ട കാര്യങ്ങൾ മൊത്തം ഞാൻ. ഓ വിനീത, എന്തുവാ നീ നൂതി അണയ്ക്കുന്നത്? ഞാൻ നോക്കട്ടെ, കറിവേപ്പില ഇല്ല ഗീതാ. എന്താ ഇത്? ഞാനും താഴെ ഫ്ലാറ്റിന്റെ താഴെ ചെന്നിട്ട് കറിവേപ്പിന്റെ മേളിൽ കയറി കറിവേപ്പില പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പോ ലിഫ്റ്റ് വർക്കാവുന്നില്ല. 9ാമത്തെ നില വരെ ഞാൻ നടന്നു കയറി വരുവാ. പടി കയറി വരുവായിരുന്നു. 2 പടിയോടെ കയറിയായിരുന്നു ഞാൻ സ്വർഗത്തിൽ എന്നതിന് കാരണം. ഇപ്പഴല്ല തീറ്റി, കുറച്ചേരം കഴിഞ്ഞിട്ട്. ഗീത, ഞാൻ പറഞ്ഞില്ലേ 9ാമത്തെ നിലയിൽ ഫ്ലാറ്റ് എടുക്കണ്ട, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ മതി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ. അതെ, എന്താ വെൽ പ്ലാൻഡ് ആയിട്ട് ഞാൻ എല്ലാം ചെയ്യത്തുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരം വെളുത്ത് കഴിഞ്ഞാൽ മുറ്റം തൂക്കാൻ ഇറങ്ങണം. ഇതാകുമ്പോഴത്തേക്ക് ഇട്ടാവട്ടോ ഒക്കെ തൂത്ത് പൊടി വാരി ആ ബാൽക്കണിയിലൂടെ കാര്യം കഴിഞ്ഞു. അതല്ല ഗീത പോയി കഴിഞ്ഞിട്ട് ഞാൻ ബാൽക്കണി നമ്മുടെ തുണി കഴുകാനിടും. കാറ്റ് വന്ന് പറന്നു പോയിരിക്കാൻ വേണ്ടി ഉണങ്ങുന്നിടം വരെ ഞാൻ അവിടെ നോക്കി നിൽക്കും. കാരണം എനിക്ക് ഞാനൊന്ന് ഉറങ്ങിപ്പോയി, എന്റെ ഒരു ചട്ടി പറന്നു പോയി. എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല വിനീത? പോട്ടെ, ഒരു ചട്ടി ഇല്ല പോട്ടെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ ഞാൻ മറൈൻ ഡ്രൈവിൽ കറങ്ങാൻ പോയില്ലയോ? ലൈനെ കിടക്കുന്ന എന്റെ ചട്ടി. അന്നേരം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്റെ MDയോട് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ലൈൻ കട്ടാക്കിട്ട് അത് എടുത്തു തരുമായിരുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല ഗീത? പിന്നെ എന്റെ ഒരു കീറ ചട്ടിക്ക് വേണ്ടി എറണാകുളം ഇരുട്ടിലാക്കണോടി. എന്താ ചെയ്യുന്നത്? അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. പിന്നെ വിനീതയോട് പറയാനുള്ളത്, MD ആഹാരം കഴിക്കാനിരിക്കുമ്പോ ദൈവത്തെ ഓർത്ത് വാ തുറക്കരുത്. മിണ്ടാതെ അവിടെ ഇരുന്ന് വായി നോക്കാതെ മാനുവലായിട്ട് സംസാരിച്ച് അതങ്ങ് ഡീൽ ചെയ്തോണം. എന്നോട് കിച്ചണിൽ വന്ന് ചെറുതായിട്ടൊന്ന് സഹായം ചെയ്യാം ഗീത. വിനീത, വാട്ട് ആർ യു ടോക്കിംഗ്? എനിക്ക് ഇനിയും തീർന്നിട്ടില്ല എന്റെ കാര്യങ്ങൾ. എന്റെ ഹെയർ സെറ്റ് ചെയ്യാൻ കിടക്കുന്നു, എനിക്ക് നെയിൽ പോളിഷ് അടിക്കണം, ഡ്രസ് ക്ലീൻ ചെയ്യണം, അങ്ങനെ സോ മെനി വർക്ക്സ് ലോഡ്. ഇപ്പൊ മോൻ പോയിട്ട് ഒരു കാര്യം ചെയ്യൂ, അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും. അല്ല, അന്നേരം ജസ്റ്റ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ പറ്റും. ഉള്ളി എന്നരിഞ്ഞ് തന്നാ മതി. വിനീത, അതല്ല, എന്നാലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ വിനീത, ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ വരുന്നവരും പോകുന്നവരും എല്ലാം എന്നെ നോക്കും. എന്നിട്ട് എല്ലാരും പറഞ്ഞു നീ അവരെല്ലാം നോക്കുന്നതെന്ന്. വിനീത, എന്റെ ചെലവിൽ കഴിയുന്ന ഒരു ഭർത്താവാണെങ്കിൽ വിനീത എങ്ങനെ സംസാരിക്കരുത്? എന്റെ ചെലവിൽ കഴിയുന്ന ഭർത്താവാണെങ്കിൽ വിനീത എങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം എന്റെ ചെലവിലാണ് കഴിയുന്നത്. മനസ്സിലായില്ല? ഞാൻ എന്താ മീൻ ചെയ്തെന്ന് മനസ്സിലായില്ല? എന്റെ ചെലവിൽ കഴിയുന്ന ഭർത്താവാണ് വിനീത. അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാണിച്ചു